ഒരു സംസ്ഥാന ബജറ്റാകുമ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന്റെ ആക്ഷേപങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ തന്നെ ഇപ്പോൾ വലിയ ചർച്ചയാണ്. പക്ഷേ മുഖ്യമന്ത്രി വി ഡി സതീശൻ അതിന് കൃത്യമായ മറുപടി, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. ആരോഗ്യമേഖലയിൽ വളരെ കുറഞ്ഞുപോയി എന്ന് നേരത്തെയുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജ് തുക കുറഞ്ഞുപോയി എന്ന് പരാതിപ്പെടുന്നു. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക വരുത്തിവെച്ചത് LDF സർക്കാരാണ്, എന്നിട്ട് അതിപ്പോൾ ഇവരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. തീർച്ചയായിട്ടും നാളെയും മറ്റന്നാളും ഒക്കെ തന്നെ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകളും ചർച്ചകളും ഒക്കെ തന്നെ ധാരാളമായി കടന്നുവരും. അപ്പോൾ എന്തായാലും ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും മാക്സിമം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കൂടിയായ വി ഡി സതീശൻ പ്രതികരിക്കുന്നത്. UDF നേതാക്കളും മന്ത്രിമാരും ഒക്കെ തന്നെ ആ രീതിയിലാണ് പ്രതികരിക്കുന്നത്. മാത്രമല്ല, ഇതിന് അനുബന്ധമായ പദ്ധതികളും കാര്യങ്ങളും ഒക്കെ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. കേരളത്തെ 25 വർഷം പിന്നോട്ടടിച്ചു 10 വർഷം കൊണ്ട് പിണറായി വിജയൻ എന്നാണ് വി ഡി സതീശന്റെ പരാതി. DA കുടിശ്ശിക കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങളൊന്നുമില്ല എന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ആ ഒരു വിമർശനത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് കോടികളുടെ DA കുടിശ്ശിക സംസ്ഥാനത്ത് വരുത്തിവെച്ചത്. ഇത് ചോദ്യം ചെയ്യാനുള്ള അർഹത എന്തായാലും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന് ഇല്ല. 25 വർഷം പിന്നിൽ നിൽക്കുന്ന കേരളത്തെ 25 വർഷം മുന്നിലേക്ക് നടത്താനാണ് UDF ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയാണ് അധികാരത്തിൽ ജനങ്ങൾ തങ്ങളെ എത്തിച്ചത് എന്ന കാര്യവും സതീശൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആരാണ് ഈ കുടിശ്ശിക ഉണ്ടാക്കിയത്? ഞങ്ങളാണോ? അത് പിണറായിയുടെ സർക്കാരാണ്. 85,000 കോടിയുടെ കടം ഉണ്ടാക്കി വെച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ് DA കുടിശ്ശിക കൊടുക്കണ്ടേ എന്ന്. അത് ചോദിക്കാനുള്ള അർഹത അദ്ദേഹത്തിന് ഉണ്ടോ? ഒരു ഗഡു പോലും കുടിശ്ശിക വരുത്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ച് റവന്യൂ വർദ്ധിപ്പിക്കും. ആ പണം കൊണ്ട് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കും. 5 പൈസ കയ്യിലില്ല, എന്നിട്ടും വീണ്ടും പഴയതുപോലെ ആവണം എന്നവർ പറയുന്നത്. ഞങ്ങൾ ഇതെല്ലാം തെരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങളോട് പറഞ്ഞിട്ടാണ് അധികാരത്തിൽ വന്നത് എന്ന കാര്യവും സതീശൻ ചൂണ്ടിക്കാട്ടുന്നു. നൽകാനുള്ള DA കുടിശ്ശിക 5 ഗഡുക്കളായി കൊടുത്തു തീർക്കും എന്നാണ് LDF സർക്കാരിന്റെ അവസാന ബജറ്റിൽ പറഞ്ഞത്. എന്നാൽ ഇതേക്കുറിച്ച് UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പ്രത്യേകമായി യാതൊരു പരാമർശവും ഉണ്ടായില്ല എന്ന കാര്യമാണ് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടിയത്. അതിന് കൃത്യമായ മറുപടി നൽകുകയായിരുന്നു. ഇത് അല്പം ഭഗീരഥ പ്രയത്നം തന്നെയാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മുമ്പോട്ട് പോകാനുള്ള ഒരു ശേഷി ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്കില്ല. എന്നാൽ പോലും കാര്യങ്ങൾ ഏകോപിപ്പിച്ച് കൃത്യമായ നടപടികളിലൂടെ കൃത്യമായ കോർഡിനേഷനിലൂടെ മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കുവച്ചത്.